CMRL എക്സാലോജിക് ഇടപാടുമായി കേരള ഹൈക്കോടതിയെ ബന്ധപ്പെടുത്താത്ത സാഹചര്യത്തിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെയുള്ള കേസിൽ ഇടപെടേണ്ടതില്ല എന്ന് CPM ഒരുപക്ഷെ തീരുമാനിച്ചേക്കും. CMRLന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയത് എന്നാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും വാദിച്ചുകൊണ്ടേയിരുന്നത്. കുഴൽനാടന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാതെ പിണറായി വിജയൻ, വീണ വിജയൻ എന്നിവരെ മാത്രം എതിർകക്ഷികളാക്കിയതിൽ പ്രോസിക്യൂഷൻ അസ്വാഭാവികത ഉന്നയിച്ചിട്ടുമുണ്ട്. എന്നാൽ ആരെ വേണമെങ്കിലും എതിർകക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്നും ഹർജിക്കാരൻ മറുപടി നൽകി. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL MD ശശിധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി നോട്ടീസ് അയച്ചതിന് പിന്നിലുള്ള സത്യാവസ്ഥ. എന്തായാലും ഈ സത്യാവസ്ഥ നിലനിൽക്കെ തന്നെ പുതിയ ഒരു വഴിത്തിരിവ്, ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുകയാണ് കേസിൽ. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഹൈക്കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞ ദിവസമാണ്. ഇത് കൂടാതെ SFIO അന്വേഷണവും സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് ലഭ്യമായ വിവരം. വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി 13ഓളം സ്ഥാപനങ്ങൾക്ക് SFIO നോട്ടീസ് നൽകിയിരുന്നു എന്ന വിവരം നേരത്തെ പുറത്തുവരികയും ചെയ്തു. ഇപ്പോഴിതാ കണ്ണൂരിലെ ഒരു സ്കൂളും എക്സാലോജിക്കുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അടുത്തിടെ അനധികൃത പിരിവിന്റെ പേരിൽ വാർത്തകൾ നിറഞ്ഞ കടമ്പൂർ സ്കൂളിലെ മാനേജർക്കാണ് എക്സാലോജിക് കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ട്. സ്കൂൾ മാനേജർ P. മുരളീധരൻ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ SFIO അന്വേഷിക്കുകയാണ്. ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് മാനേജർക്ക് SFIO നോട്ടീസ് നൽകുകയും ചെയ്തു. ലക്ഷങ്ങളുടെ ഇടപാടാണ് എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തുന്നത്. എക്സാലോജിക് എന്ത് സഹായമാണ് നൽകിയത് എന്നാണ് SFIOയ്ക്ക് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥാപനത്തിന്റെ വഴിവിട്ട് എന്തെങ്കിലും സഹായം മുഖ്യമന്ത്രി നൽകിയോ മറ്റ് സംഭാവനകൾ എന്തെങ്കിലും ലഭിച്ചോ എന്നതാണ് അന്വേഷിക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം, ധാരണാപത്രത്തിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ P. മുരളീധരന് SFIO കത്ത് നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ടർ ചാനലാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തിടെ സ്കൂൾ മാനേജർക്കെതിരെയും സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും വ്യാപക പരാതി ഉയർന്നിട്ടും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മൗനം തുടരുന്നത് ഈ എക്സാലോജിക് ബന്ധത്തിന്റെ പുറത്താണ് എന്ന ആക്ഷേപവും സജീവമാണ്. മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സ്കൂളിൽ ക്രമക്കേടുകൾ നടത്തുന്നു എന്നാണ് ആരോപണം. ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ച കോടികൾ, സർക്കാർ അച്ചടിച്ചു നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണപ്പിരിവ്, വൈദ്യുതിക്കും കുടിവെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക, യൂണിഫോം വിതരണത്തിലെ വ്യാജ GST ബില്ല് ഉപയോഗിച്ചുള്ള ക്രമക്കേട് നടത്തി എന്നിങ്ങനെയാണ് ആക്ഷേപങ്ങൾ. അനധികൃത പണപ്പിരിവ് സംബന്ധിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി തവണ ഉന്നത അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തത് മകളുടെ കമ്പനിയുടെ ക്ലയന്റ് ആയതുകൊണ്ടാണ് എന്ന വിമർശനമാണ് ഇതോടെ സജീവമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ നോട്ടീസ് നൽകിയിരുന്നു. ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയത്. എക്സാലോജിക് സൊല്യൂഷൻസും KSIDCയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടുകൂടിയാണ് SFIO തുടർ നടപടികളിലേക്ക് കടന്നത്. കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ SFIO പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്.